റെയിൽവേ സ്റ്റേഷനുകളിൽ കച്ചവടം നടത്തുന്നവർക്ക് റെയിൽവേയുടെ നോട്ടീസ്. ജനുവരി 1 മുതൽ ട്രെയിനുകൾക്കുള്ളിൽ കച്ചവടം നടത്തരുതെന്നാണ് നോട്ടീസ്. കച്ചവട സ്റ്റോളുകൾ പരിഷ്കരിക്കാനുള്ള നടപടികളുടെ ഭാഗമായുള്ള സർക്കാർ നീക്കം ആയിരക്കണക്കിന് ആളുകളെ തൊഴിൽ രഹിതരാക്കും. ട്രെയിനുകൾ എത്തുമ്പോൾ ഓരം ചേർന്നുള്ള ഓട്ടം ഇനി ഈ തൊഴിലാളികൾക്ക് ഓർമ്മയായി മാറും. റെയിൽവേ തിരുവനന്തപുരം ഡിവിഷൻ സീനിയർ കൊമേഴ്ഷ്യൽ മാനേജർ ഇറക്കിയ ഉത്തരവനുസരിച്ച് സ്റ്റാളുകളിൽ ജോലി നോക്കിയിരുന്നവർക്ക് ഇനി ട്രെയിനുകളിൽ വിൽപ്പനാനുമതിയില്ല. ഉത്തരവ് പ്രകാരം റെയിൽവേ സ്റ്റേഷനുകളിലെ കച്ചവടശാലകളിലുള്ള ജീവനക്കാരുടെ എണ്ണം 4 ആക്കി ചുരുക്കണം. ഉത്തരവ് നടപ്പായാൽ റെയിൽവേ സ്റ്റേഷനുകളിലെ കച്ചവട സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്ന ദിവസവേതനക്കാരായ ആയിരക്കണക്കിന് തൊഴിലാളികൾ തൊഴിൽ രഹിതരാവും. കേരളത്തിൽ മൊത്തം 2000-2500 പേരുകളുണ്ട്. അവരെല്ലാം നിരോധിച്ചിരിക്കുകയാണ് റെയിൽവേ പെട്ടെന്നൊരു ഉത്തരവോടുകൂടി. നമ്മുടെ നരേന്ദ്രമോദി എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഇതുപോലെ കച്ചവടം ചെയ്തു വന്ന നമ്മൾ റിപ്പോർട്ട് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളെ ദ്രോഹിക്കുക എന്നുള്ളൊരു ഇതാകുക. മീറ്റർ ഗേജ് കാലം മുതൽ 40 വർഷത്തിലധികമായി സ്റ്റാളുകളിൽ പണിയെടുക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. പെട്ടെന്നൊരു ജോലി ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല, വയസ്സാകാലത്തൊന്നും ചെയ്യാൻ പറ്റില്ല, വേറൊന്നും ഒരു മാർഗമില്ല. റെയിൽവേയെ സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിന്റെ ഭാഗമാണ് നടപടിയെന്നും തൊഴിലാളികൾ ആരോപിക്കുന്നു. റിപ്പോർട്ടർ, കോട്ടയം.